ഹലോ, മൈനാസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നാടൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സ്വാദിഷ്ടമായ നല്ല ഹെൽത്തിയായ ഒരു ചിക്കൻ കറിയാണിത്. ഇഷ്ടമായാൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ ഈ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു കളറോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളോ നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. ആഹാരം തന്നെയാണ് നമ്മുടെ മരുന്നെന്ന് പറയില്ലേ, അതുകൊണ്ട് ഹെൽത്തിയായ സാധനങ്ങൾ മാത്രമേ നമ്മളിതിൽ ഉപയോഗിക്കൂ. 1 കിലോ ചിക്കനാണ് ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ 250 ഗ്രാം ചെറിയ ഉള്ളി ക്ലീനാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയാണ്, സവാളയല്ല. തക്കാളി, ഒരു വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഒരു പകുതി തേങ്ങ കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. വലിയ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ആവശ്യത്തിന് കറിവേപ്പില, നിങ്ങൾക്ക് ഇഷ്ടം അത്രയും കറിവേപ്പില എടുക്കാം. ഒരു പീസ് ഇഞ്ചിയും ഗാർലിക്കിൻ്റെ ഒരു 10 അല്ലിയും ക്ലീനാക്കി ഞാൻ പേസ്റ്റാക്കി എടുത്തിരിക്കുന്നതാണിത്. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി, നിങ്ങൾക്ക് ഏത് മുളക് പൊടി എടുക്കാം. 3 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടിയും മല്ലിപ്പൊടിയും സെയിം അളവിലാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഗ്രേവിക്ക് വേണ്ടി വേണ്ടത്. പിന്നെ വെളിച്ചെണ്ണ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 100 ഗ്രാം വെളിച്ചെണ്ണ ഇതിലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒരല്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇങ്ങനെയൊന്ന് കുഴച്ച് വെക്കണം. പൊടികളൊക്കെ വളരെ കുറച്ച് ഇപ്പോൾ മിക്സ് ചെയ്യാവൂ. സ്റ്റൗ ഓണാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തിളച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ പീസുകൾ അതിനകത്തേക്ക് പറക്കി വെക്കുകയാണ്. ഇത് 1 മിനിറ്റ് നമ്മൾ ചിക്കൻ്റെ പീസ് ഇങ്ങനെ ഇട്ടതിന് ശേഷം തിരിച്ചിടണം. തിരിച്ചിട്ടും 1 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യണം. ഫ്രൈ ആക്കുകയൊന്നും വേണ്ട, ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ചിക്കനെയൊക്കെ കോരി മാറ്റി ഇവിടെ വയ്ക്കും. എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ തേങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കും. തേങ്ങാ കഷ്ണങ്ങൾ മൂത്ത് വന്നാൽ അതിലേക്ക് നമ്മുടെ ചെറിയുള്ളിയെ ഇട്ട് മൂപ്പിക്കണം. ചെറിയുള്ളി ഇട്ട് നമ്മൾ വഴറ്റി കൊടുക്കുമ്പോഴോ ഏകദേശമൊക്കെ ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗാർലിക്കിൻ്റെയും ജിഞ്ചറിൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കണം. അത് മൂത്ത് വരുമ്പോൾ തന്നെ നല്ല ഒരു മണമാണ്. അതിലേക്ക് പിന്നെ നമ്മൾ തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇത് 3ഉം കൂടിയിട്ട് ഇളക്കണം. ഇളക്കി ഇതെല്ലാം കൂടെ ഏകദേശം നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിരിക്കും, നല്ല ഒരു മണമായിരിക്കും വരുന്നത്. ആ സമയത്ത് നമുക്കതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് നമ്മളൊന്ന് ഇളക്കി അതിനെ മൂപ്പിക്കണം. അപ്പോൾ ഇത് ഇളക്കി നന്നായിട്ട് മൂപ്പിക്കുമ്പോഴാണ് നമുക്ക് ഗ്രേവി നല്ല കളറായിട്ടും അതുപോലെ നല്ല ടേസ്റ്റായിട്ടും വരുന്നത്. അപ്പം ചെറിയുള്ളിയാണ് ശരിക്കും നമുക്ക് ഈ കറിക്ക് ഇത്രയും ടേസ്റ്റ് നൽകുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഗ്രേവി മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ഗ്ലാസ് വെള്ളമാണ് തിളപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചെറുതായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെന്ന് പറയാൻ പറ്റിയില്ല, എന്നാലും കുറച്ച് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കും. 10 മിനിറ്റ് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേന് നമ്മുടെ ചിക്കൻ കറിയൊക്കെ അതേ നല്ല തിക്കായിട്ട് നല്ലതായിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവി നമ്മൾ സവാള ഇട്ട് വെക്കുന്ന ചിക്കൻ്റെ ഗ്രേവി പോലെ ആയിരിക്കില്ല, വളരെ ടേസ്റ്റി ആയിരിക്കും. ഇതേപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഈ ചിക്കൻ കറി വളരെ ഹെൽത്തിയും അതുപോലെ സ്വാദിഷ്ടവുമാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ ചിക്കൻ കറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം വീണ്ടും ഒരു ഐറ്റവുമായിട്ട് വരാം. അതുവരെ ബൈ.